ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തേത് ഒരു തമിഴ് മൂവിയാണ് ഡ്യൂട്ട്. ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ഡ്യൂട്ട്. കീർത്തീശ്വരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 14 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി ബാൾട്ടി. ഷെയ്ം നിഗത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനവും നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിത്രം നവംബർ മാസം റിലീസിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഹൊറർ ഡ്രാമ സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ്. 3 പാർട്സ് ആയിട്ടാണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് വോളിയം നവംബർ 27 സെക്കൻഡ് വോളിയം ഡിസംബർ 26 ഫൈനൽ എപ്പിസോഡ് 2026 ജനുവരി 1 OTTയിൽ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു തമിഴ് മൂവിയാണ് യോളോ. ദേവ് കെ ആൻഡ് ദേവിക സതീഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാം സംവിധാനം ചെയ്തൊരു മിസ്റ്ററി ഫിലിമാണ് യോളോ. സിംപ്ലി സൗത്ത് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. അടുത്തതിന്റെ റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു മലയാളം മൂവിയാണ് വള. ധ്യാൻ ശ്രീനിവാസൻ, ലുക്മാൻ, വിജയരാഘവൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഹർഷാദ് രചനയും ഒഹഷിൻ സംവിധാനവും ചെയ്ത ഒരു കോമഡി മൂവിയാണ് വള. ഈ മൂവിയുടെ OTT റൈറ്റ്സ് മനോരമാക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നവംബർ മാസം റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി തലവര. അർജുൻ അശോകൻ, രേവതി ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ അനിൽകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച ഒരു സിനിമയാണ് തലവര. ആമസോൺ പ്രൈമിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം സീരീസ് ആണ് കപ്ലിംഗ്. സർജാനോ ഖാലിദ്, ശ്രീനാഥ് ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ പ്രമോദ് മോഹൻ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് വെബ് സീരീസ് ആണ് കപ്ലിംഗ്. മനോരമാക്സിലൂടെ നവംബർ 14 മുതൽ ഈ സീരീസ് റിലീസ് ചെയ്യും. അടുത്ത മൂവി കരം. നോബിൾ ബാബു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഇഷാഖ് സുബ്രഹ്മണ്യം, വിനീത് ശ്രീനിവാസൻ എന്നിവ നിർമ്മിച്ച് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കരം. മനോരമാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 7 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് നേരറിയും നേരത്ത്. അഭിരാം രാധാകൃഷ്ണനെ കേന്ദ്ര കഥാപാത്രമാക്കി രഞ്ജിത്ത് വേണുഗോപാൽ സംവിധാനം ചെയ്തൊരു റൊമാൻസ് മൂവിയാണ് നേരറിയും നേരത്ത്. ഈ മൂവി മനോരമാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ് ദി ഫാമിലി മാൻ സീസൺ 3. മനോജ് ബാജ്പേയി, പ്രിയാമണി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാജ് NDK രചനയും സംവിധാനവും നിർവഹിച്ചൊരു ആക്ഷൻ ത്രില്ലർ സീരീസ് ആണ് ഫാമിലി മാൻ സീസൺ 3. സീസൺ 2 റിലീസിന് ശേഷം പ്രേക്ഷകരുടെ നീണ്ട വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സീസൺ 3 റിലീസിനെത്തുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ നവംബർ 21 മുതൽ ഈ സീരീസ് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് ആനിമേറ്റഡ് മൂവിയാണ് ഇൻ യുവർ ഡ്രീംസ്. ഒരു അമേരിക്കൻ ആനിമേറ്റഡ് അഡ്വഞ്ചർ ഫാന്റസി കോമഡി ചിത്രമാണ് ഇൻ യുവർ ഡ്രീംസ്. നവംബർ 14 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മലയാളം മൂവി ദി പെറ്റ് ഡിറ്റക്റ്റീവ്. ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രണീഷ് വിജയൻ രചനയും സംവിധാനം നിർവഹിച്ച ഒരു കോമഡി മൂവിയാണ് ദി പെറ്റ് ഡിറ്റക്റ്റീവ്. നല്ല രീതിയിൽ കളക്ഷൻ നേടി മുന്നേറുന്ന സിനിമയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഡിസംബറോടെ OTTയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് നിശാഞ്ചി. വേദിക പിന്റോ, വിനീത് കുമാർ സിംഗ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത ക്രൈം ഡ്രാമ ഫിലിമാണ് നിശാഞ്ചി. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ജോളി LLB 3. അക്ഷയ് കപൂറിനെ കേന്ദ്ര കഥാപാത്രമാക്കി സുഭാഷ് കപൂർ സംവിധാനം ചെയ്തൊരു ലീഗൽ കോമഡി ഡ്രാമ ഫിലിമാണ് ജോളി LLB. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നവംബർ 14 നെറ്റ്ഫ്ലിക്സിലൂടെയും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു വെബ് സീരീസ് ആണ് ഡൽഹി ക്രൈം സീസൺ 3. ഡൽഹി ക്രൈമിന്റെ സീസൺ 1, 2 എന്നിവ വൻ വിജയമായിരുന്നു. അതിനെ തുടർന്നാണ് മൂന്നാമത്തെ സീസണും എത്തുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ 13 OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഫ്രാങ്കൻസ്റ്റൈൻ. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഹൊറർ മൂവിയാണ് ഫ്രാങ്കൻസ്റ്റൈൻ. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 7 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് സണ്ണി സാൻസ്കാരി കി തുളസികുമാരി. വരുൺ ധവാൻ, ജാൻവി കപൂർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശശാങ്ക് ഗൈത്താൻ രചനയും സംവിധാനം നിർവഹിച്ചൊരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ് സണ്ണി സാൻസ്കാരി കി തുളസികുമാരി. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 27 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് പാതിരാത്രി. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രത്തീന രചനയും സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ മനോരമാക്സ് സ്വന്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവി നവംബർ മാസം പകുതിയോടെ OTTയിൽ റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മൂവി ജുറാസിക് വേൾഡ് റീബർത്ത്. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ മൂവിയാണ് ജുറാസിക് വേൾഡ് റീബർത്ത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ നവംബർ 14 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു സീരീസ് ആണ് ട്രിമംബി. ഒരു ട്രൂ ക്രൈം ഡ്രാമ സീരീസ് ആണ് ട്രിമംബി. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ജാപ്പനീസ് സീരീസ് ആണ് വൺ പീസ് ഇൻ ടു ദ ഗ്രാൻഡ് ലൈൻ.
2026 മാർച്ച് 10 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ബാഗി 4. സഞ്ജീത്തിന് കേന്ദ്ര കഥാപാത്രമാക്കി ഹർഷ സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ബാഗി 4. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ബസൂക്ക. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒരുപാട് നാളായി പ്രേക്ഷകർ ബസൂക്കയുടെ റിലീസിന് വേണ്ടി അക്ഷരം വരെ കാത്തിരിക്കുന്നത്. ബസൂക്കയുടെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സർപ്രൈസായി റിലീസ് ഉണ്ടാവുന്നതാണ് പുതിയ റിപ്പോർട്ട്. അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി എന്ന മൂവിയാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചെമ്പൻ വിനോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടുകയും ചെയ്തു. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ മാസം പകുതിയോടെ റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതൊരു ഹിന്ദി മൂവിയാണ് ബാരാമുള്ള. മാനവ് കോൾ, ഭാഷ അസംബ്ലി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആദിത്യ സുഹാസ് ജാംബലെ സംവിധാനം ചെയ്തൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ് ബാരാമുള്ള. നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ 7 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു തമിഴ് സീരീസാണ് ലെഗസി. R മാധവൻ, നിമിഷ സജയൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ചാരുകേഷ് ശേഖർ സംവിധാനം ചെയ്തൊരു ക്രൈം ഡ്രാമ സീരീസാണ് ലെഗസി. നെറ്റ്ഫ്ലിക്സിലൂടെ 2026 റിലീസ് ഉണ്ടാവുന്ന റിപ്പോർട്ടിൽ മാത്രമാണ് പുറത്തുവന്നിരിക്കുന്നത്. ഇതൊരു ഹിന്ദി സീരീസാണ് മഹാറാണി സീസൺ 4. ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡ്രാമ വെബ് സീരീസാണ് മഹാറാണി സീസൺ 4. പാൻ ഇന്ത്യൻ ഭാഷകളിൽ സോണി ലിവിലൂടെ നവംബർ 7 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു തമിഴ് മൂവിയാണ് മുതൽ പക്കം. വെട്രിയും ശില്പ മഞ്ജുനാഥും പ്രധാന വേഷങ്ങളിലെത്തി അനീഷ് അഷ്റഫ് രചന സംവിധാനം നിർവഹിച്ചൊരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ മൂവിയാണ് മുതൽ പക്കം. സിംപ്ലി സൗത്തിലൂടെ ഉടൻ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തതൊരു കന്നഡ മൂവിയാണ് എക്ക. യുവരാജ് കുമാർ, സഞ്ജന ആനന്ദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രോഹിത് പടക്കി സംവിധാനം ചെയ്തൊരു ആക്ഷൻ ഡ്രാമ ചിത്രമാണ് എക്ക. സൺനെക്സ്റ്റിലൂടെ നവംബർ 7 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു തമിഴ് മൂവിയാണ് ബാഡ് ഗേൾ. അഞ്ജലി ശിവരാമൻ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് വർഷ ഭരത് രചനയും സംവിധാനം നിർവഹിച്ച ഒരു റൊമാൻറ്റിക് മൂവിയാണ് ബാഡ് ഗേൾ. നവംബർ 4 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇത് OTTയിൽ റിലീസ് ചെയ്യും. നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതെല്ലാമെന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.